ആദ്യം തന്നെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഫയൽ എക്സ്പ്ലോറർ എടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഡ്രൈവിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യാൻ സൗകര്യം അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഡ്രൈവിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, Ctrl+Shift+N അടിച്ചാൽ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു പേര് കൊടുക്കാം. ഞാൻ JS എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് VS കോഡിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഓപ്പൺ വിത്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നൊരു ഓപ്ഷൻ വരും. ജസ്റ്റ് മൗസ് ഒന്ന് കൈയ്യെടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പോൾ VS കോഡിൽ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആയി. VS കോഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് വീഡിയോയിൽ VS കോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ വിൻഡോസ് 7 ലിങ്ക്, വിൻഡോസ് 7 ഇൻസ്റ്റാളേഷൻ വേറെ തന്നെയാണ്. അപ്പോൾ വിൻഡോസ് 7 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. index.html. ഓക്കെ, ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാർക്ക് ഇടുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ അത്ര കോഡ് വന്നു. ഓക്കെ, ജസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫയൽ. ജസ്റ്റ് ഒരു പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് script.js എന്ന് കൊടുക്കുന്നു. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏത് പേര് കൊടുത്താലും ഇത് ലിങ്ക് ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ കോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്കാവില്ല. ഈ ഒരു സ്ക്രിപ്റ്റും ഈ ഒരു HTML തമ്മിൽ ലിങ്ക് ചെയ്യണം. ഓക്കെ, അത് ആ ലിങ്ക് ചെയ്യുന്നത് ഹെഡിൽ വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം, അല്ലെങ്കിൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ലിങ്ക് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ആക്ഷൻസ് അല്ലേ. ആക്ഷൻസ് ഇപ്പോൾ പേജ് ലോഡ് ചെയ്തതിന് ശേഷം അത്യാവശ്യം എല്ലാം കഴിഞ്ഞ് ലോഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ക്രിപ്റ്റ് src. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ ഒരു script.js എന്നുള്ളതിൻ്റെ പാത്ത് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൺട്രോളും സ്പേസും അടിക്കാം, script.js എന്നുള്ള കൊടുക്കാം. ഇത്രേ ഉള്ളൂ ലിങ്ക് ചെയ്യാനുള്ള. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു HTML റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കാം. ഓക്കെ, ആ ഒരു വെബ് പേജ് ഓപ്പൺ ആയി തന്നു. ഇതാണ് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയും, ഇങ്ങനെ പുറത്ത് എഴുതുന്നതിന്. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റേർണലായിട്ട് ജാവാസ്ക്രിപ്റ്റ് എഴുതണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഹെഡ് ടാഗിൽ എഴുതാം, അല്ലെങ്കിൽ ബോഡി ടാഗിൽ എഴുതാം. അപ്പോൾ ഹെഡ് ടാഗിൽ എഴുതുന്നു, സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗ് ഇടാം, ക്ലോസ് ചെയ്യുക. ആ ഒരു ടാഗ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് വർക്കാവും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇൻറ്റേർണൽ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ചെയ്ത് നോക്കും. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, മൂന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഇൻലൈൻ ഇപ്പോൾ ഒരു ബട്ടൺ എഴുതാം. ഓക്കെ, ബട്ടണിൽ ക്ലിക്ക് ഹിയർ കൊടുത്തു. ഓക്കെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ക്ലിക്കിൽ ഡോക്യുമെൻറ്റ് .write അതിൽ എന്ന് എഴുതുന്നു. ഓക്കെ, സിംഗിൾ കോട്ട് കൊടുക്കുന്നു, അതിന് ശേഷം എന്ന് എഴുതുന്നു. ഇനിയിപ്പം ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നുള്ള എഴുതുന്നു. ഓക്കെ, ഇതാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പേജിൽ വേണമെങ്കിൽ നമുക്ക് document.write 5/6 എല്ലാം വന്നു. ഇത് എക്സ്റ്റേണലായിട്ട് വന്നത്, ഇത് ഇൻലൈൻ വന്നതും. ഇനി ഇൻറ്റേർണൽ സ്ക്രിപ്റ്റ് ടാഗ് ഇടാം. അതിൻ്റെ അകത്ത് document.write ഇപ്പം ഇതെടുക്കാം, ഇൻറ്റേർണൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ മൂന്നും വന്നു. ഇൻറ്റേർണൽ വന്നു, ഇത് ഇൻലൈൻ, ഇത് എക്സ്റ്റേണൽ, മൂന്നും വന്നു. ഇത്രയേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, മൂന്ന് തരത്തിലും നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാം. ഓക്കെ, ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ പ്രശ്നം, ചെറിയ ഒരു കോഡൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ എഴുതാം. ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ CSS എന്താക്കി പുറത്തൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിലെഴുതി.
അതുപോലെ ജാവാസ്ക്രിപ്റ്റും അങ്ങനെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഈ ഒരു ബട്ടണും കളയുന്നു. നമുക്കിത് മാത്രം മതി ഇപ്പോൾ തൽക്കാലം. നെക്സ്റ്റ് സെയിം വർക്കിംഗ് ആണ് കേട്ടോ, മൂന്നിലും ജാവാസ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ സെയിം വർക്കിംഗ് തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന document.write വെച്ച് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് കാണിക്കും. ഇനിയിപ്പോൾ ഇതിന് പകരം console.log എന്ന് പറഞ്ഞ ഒരു ഇത് എഴുതി അതിനുശേഷം ഈ 5+6 എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും കാണൂല. പക്ഷേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്റ്റ് എടുത്ത് ഇവിടെ കൺസോൾ ഉണ്ട് കണ്ടോ, ഇവിടെയാണ് ഈ console.logലത്തെ കാര്യം പ്രിൻറ്റ് ചെയ്യുക. ഇതിൻ്റെ യൂസ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണം, ഇപ്പോൾ ഒരു എറർ ഉണ്ട്, അപ്പോൾ എറർ ചെക്ക് ചെയ്യണം, ഇപ്പോൾ ഡാറ്റ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഈ കൺസോൾ നമുക്ക് ചെക്ക് ചെയ്യും. ജസ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ console.log എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് window.alert വെച്ച് നമുക്ക് എന്തെങ്കിലും ഈ സെയിം സാധനം 5+6 കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ അലേർട്ടായിട്ട് ഇങ്ങനെ കിട്ടും. നമുക്ക് ഔട്ട്പുട്ട് കാണിക്കേണ്ട ആ രീതിയിൽ യൂസർക്ക് ഔട്ട്പുട്ട് കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് ID എന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു പി ടാഗ് ഇടുന്നു, ആ പി ടാഗിൻ്റെ അകത്ത് ഒരു ID, ഈ ടാഗിന് തന്നെ ID കൊടുക്കുക. തൽക്കാലം ഓക്കെ, നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു പേര് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പേര് തന്നെ കൊടുക്കണം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കൊടുത്തുന്നുള്ളൂ. ഓക്കെ, document.getElementById ID ആയതുകൊണ്ടാണ് getElementById കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ അകത്ത് ആ ഒരു പേര് കൊടുക്കുക, .inner HTML girls എന്ന് കൊടുത്തു. ഓക്കെ, ആ പി ടാഗിൻ്റെ അകത്താണ് വന്നത്. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പി ടാഗിൻ്റെ അകത്ത് ആണ് ടെക്സ്റ്റ് വന്നത്. ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ. ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട്സ് കൊടുക്കാൻ പറ്റും യൂസർക്ക്. ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് ക്വസ്റ്റ്യൻ മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി മൾട്ടി ലൈൻസ് കമൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്ലാഷ് ഇടാം, സ്റ്റാർ ഇടാം, ഇതിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് സ്റ്റാർ ഇടാം, സ്ലാഷ് ഇടാം. ഇങ്ങനെയാണ് മൾട്ടി ലൈൻ കമൻറ്റ് ചെയ്യുന്നത്.